അമ്മാവോ അമ്മാവോ ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ? എടാ പ്രിൻസ്, നിന്റെ ഡയാന ഇപ്പൊ വേറൊരാളുടെ കൂടെയാണെന്നാണല്ലോ പത്രങ്ങൾ പറയണത്. തന്റേതല്ലാത്ത കാരണത്താൽ നിന്റെ കാമുകിയിൽ നിനക്കൊരു കുഞ്ഞുണ്ടാവോടാ പ്രിൻസ്? വർക്ക് ഉണ്ടോന്നോ? ഫുൾ ടൈം ബിസിയാ. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓട്ടാന്നേ. അതെ അതെ, മരണ ഓട്ട. ഒരു ലൊക്കേഷനിൽ ചെല്ലും, ചാൻസ് ഇല്ലാന്ന് പറയും, അടുത്ത ലൊക്കേഷനിലേക്ക് ഓടും, ഓട്ടം തന്നെ ഓട്ടം. ഈ സ്ഥിരം കോൺസ്റ്റബിൾ ഇല്ലാത്ത ലൊക്കേഷനിലല്ലോ. നീ ആരോടെ നോണ പറയണേ? എടാ ചെക്ക, 10-30 വർഷമായി ഞാൻ ഈ കാക്കി വേഷോട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പോലീസാർന്നെങ്കിൽ ഇപ്പൊ റിട്ടയർ ആവേണ്ട സമയമായി. ടൈപ്പ് കാസ്റ്റ് ആവരുത് കേട്ടോ, പിന്നെ പണിയാവും. എന്റെ കൂടെ ഉള്ളത് മിസ്റ്റർ ജെയിംസ് പാറക്കൽ. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ, കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായി നാടക, സിനിമ, കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുഖം നിങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇദ്ദേഹത്തിന് വേറൊരു മുഖം കൂടെയുണ്ട്, അത് കൂടി കാണിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് USA-ക്കും ഹാപ്പിനെസ് മാജിക് ബൈ ഹരിക്കും വേണ്ടി ജെയിംസ് പാറക്കൽ അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. കേട്ടു നോക്കാമല്ലേ? കഴിഞ്ഞ ഒരു 30 വർഷത്തിൽ കൂടുതലായി സിനിമ, നാടക, കലാരംഗത്ത് പ്രവർത്തിക്കുന്നു അല്ലേ? വ്യത്യസ്തമായ വേഷങ്ങൾ, ചില വേഷങ്ങളൊക്കെ സ്ഥിരമായി പോലീസാണെങ്കിലും വീട്ടിലെ കാര്യസ്ഥനാണെങ്കിലും എല്ലാം സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എപ്പോഴും സന്തോഷവാനാണ്. ഒന്നിനോടൊരു പരാതിയില്ല. എന്താണ് ഈ പരാതി ഇല്ലാത്തതിന്റെ രഹസ്യം? പരാതിയില്ലാതെ ജീവിച്ചാൽ നമുക്ക് സന്തോഷം കൂടും. അപ്പൊ പരാതികൾ ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുക. നമുക്ക് സന്തോഷമാണ് എപ്പോഴും ആവശ്യം. ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷിക്കാതിരുന്നിട്ട് എന്ത് കാര്യം? തീർച്ചയായും. ഒരു ഗായകനാണോ എന്ന് ചോദിച്ചാൽ ഗായകനാണ്. അത്യാവശ്യം ഗാനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ഗാനങ്ങൾ കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട 1-2 ഗാനങ്ങൾ നമുക്ക് വേണ്ടി ഒന്ന് ആലപിക്കാമോ? പാട്ടുകാരോട് പൊതുവെ എനിക്ക് അസൂയയാണ്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പാടുമായിരുന്നു. അതിനുശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഇത് ശ്രദ്ധിക്കാതെ പോയതും അതിനുവേണ്ടി പ്രയത്നിക്കാതിരുന്നതും വലിയൊരു കുഴപ്പമായിരുന്നു. ഇപ്പം ഈ പ്രായം ആയിപ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് പഴയ പോലെ വോയിസ് കൺട്രോളോ അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. സമയം കിട്ടാനില്ല, ശ്രദ്ധിക്കാതെ പറ്റിപ്പോയ അബദ്ധങ്ങളാണ്. കാരണം ഇത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നിട്ട് അതിനെ പരിപോഷിപ്പിക്കാതെ പോയി എന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ ദുഃഖം. അത് വന്നുപോയി. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ പാടുന്നത് ഒരു സുഖമാണല്ലോ. നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ അല്ലെങ്കിൽ കവിത ചൊല്ലുകയാണെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും. ഞാൻ പറയുന്നത് ഇതൊരു മെഡിസിനാന്നാണ് പറയണേ. ഒരു ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഈ പാട്ട് പാടുന്നത് എനിക്കെപ്പോഴും സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ പാടുന്നതൊക്കെ വലിയൊരു ഹരമാണ്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് മൂളും. ഇപ്പൊ വോയിസ് കൺട്രോളൊന്നുമില്ല, നടപടിയില്ല. എന്നാലും കവിതകളോട് താല്പര്യമുണ്ട്. ഒരു കവിത ആയാലും കവിത, വയലാർ കവിതകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എങ്കിലും ഞാൻ നാറാണത്ത് പ്രാന്തനാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. അതൊരുപാട് സമയം എടുക്കുന്ന ഒരു സംഭവം. നമുക്ക് 4 വരികൾ തുടങ്ങാം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിലഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചീറ്റുന്ന നഗ്നമാം ദുസ്സർഗ കാമമില്ല. വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിലപ്പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിറകെട്ടി കേവലത ധ്യാനത്തിലുതിരുന്ന ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയായി നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ. അതൊരുപാട് സമയമുണ്ട്. അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗാനങ്ങളെല്ലാം സിനിമയിലാണെങ്കിലും നാടകഗാനങ്ങൾ
അങ്ങനെ താല്പര്യം ഓർക്കുന്നുണ്ടോ? നാടകഗാനങ്ങളും ഇടയ്ക്ക് മുകളാറൊക്കെ ഉണ്ട്. ഒരെണ്ണം ആയിക്കോട്ടെ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഈ ദാഹജലം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ബിവറേജിൽ വിചാരിക്കും ആൾക്കാർ. അപ്പൊ അതിനോടുള്ള കൂടുതൽ താല്പര്യം. വ്യക്തമായ ഒരു തമാശ എപ്പോഴും ഒരു ഒരു കോമഡിക്ക് വളരെ പ്രാധാന്യമുണ്ട് അങ്ങയുടെ സംസാരത്തിലെല്ലാം. അത് സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ആളുകളെ സന്തോഷിക്കുന്ന ഭാഗമായിട്ടാണെങ്കിൽ ഒരു നല്ലൊരു കോമഡി എപ്പോഴും അതിനകത്ത് കാണും. അതെന്താണ് രഹസ്യം? അങ്ങനെ കൊച്ചിലെ അത് രഹസ്യം എന്ന് പറഞ്ഞാൽ അത് ബൈ ബർത്താന്ന് എനിക്ക് തോന്നുന്നു. അമ്മച്ചി, എന്റെ വീട്ടിൽ അമ്മച്ചി അത്യാവശ്യം കാര്യങ്ങൾ കോമഡി കൂടെ അവതരിപ്പിക്കുള്ളൂ. എത്ര ടെൻഷൻ വന്ന സീനാണെങ്കിലും പുള്ളിക്കാരത്തി അത് കോമഡിയിൽ എടുക്കും. അപ്പൊ വലിയ ടെൻഷനുകൾ ഒഴിവാകും. ചിലപ്പോ ഒരുപക്ഷെ അവിടുന്ന് കിട്ടിയതായി ലെഗസി കീപ്പ് ചെയ്യാൻ ജെയിംസ് ചേട്ടന് കൂടുതൽ നന്മ ചെയ്യുവാനും അമ്മയുടെ ലെഗസി കീപ്പ് ചെയ്യാനും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്കളോടൊപ്പം ഇനി അഭിനയിക്കാൻ അവസരം കിട്ടിയ വലിയ ഭാഗ്യമായി കരുതുന്നു. നന്ദി, നമസ്കാരം. നേരി ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ.